ടീച്ചർ, ആഗോള അയ്യപ്പ സംഗമം എന്തിന് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ നിലവിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഒരു വിചിത്ര ഉത്തരവുണ്ടായിരിക്കുന്നത്. അതായത് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശം വരുന്നുണ്ട്. അപ്രഖ്യാപിത നിർദ്ദേശമാണ്. അതിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ചിലവ് ക്ഷേത്ര ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാം അല്ലെങ്കിൽ എടുക്കാം എന്നുള്ളൊരു വിചിത്ര ഉത്തരവാണ് ഇപ്പോൾ മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ടീച്ചർ എങ്ങനെ കാണുന്നു? ജനാധിപത്യത്തിന്റെ വ്യഭിചാരമാണ് നടക്കുന്നത്. കാരണം എന്താണ് അവരവർക്കുള്ള അധികാരം എന്നതിന്റെ ആ ഒരു പരിധിയിൽ നിൽക്കാതെ സ്വന്തം രാഷ്ട്രീയ പിന്നവിടുക്ക് കാണിക്കുകയാണ് ഇതൊക്കെ. കാരണം ക്ഷേത്രത്തിലെ പണം അത് ഭക്തന്റെ പണമാണ്. അതിങ്ങനെ എടുത്തിട്ട് ഈ ആഗോള നിക്ഷേപ സംഗമത്തിന് എത്തുന്ന മുതലാളിമാരെ തീറ്റിപ്പോറ്റാനുള്ളതല്ലാതെ ഒരു ഉത്തരവിട്ടാൽ എന്തും അനുസരിച്ചു കൊള്ളണം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യം, അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ക്ഷേത്രങ്ങളും ഇത് മലബാർ ക്ഷേത്രം, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ഓരോ ക്ഷേത്രങ്ങളും അവരുള്ള വരുമാനം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടി നടന്നു പോകുന്ന സാഹചര്യത്തില് ഇതുപോലുള്ള ഇവരുടെ അഹങ്കാരത്തിന് പണം മാറ്റണം എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അത് ഭക്തർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഇതുപോലെ എല്ലാ അർത്ഥത്തിലും അതിന്റെ എല്ലാ മര്യാദകളുടെ എല്ലാ സീമി ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോ ഇത് തീർച്ചയായും ഭക്തജനങ്ങൾ പ്രതികരിച്ചേ മതിയാവുള്ളൂ. ഇത് എന്തിനാണ്, ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഫലം? എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ ഇവർക്ക്? ഈ അങ്ങനെ ഒരു അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ അതിന്റെ ബോർഡുകളൊക്കെ കണ്ടു. വെറും 2 ഗുരുസ്വാമിമാരേ ഉള്ളൂ. ഒന്ന് പിണറായി ഗുരുസ്വാമിയും ഒന്ന് വാസവൻ ഗുരുസ്വാമി. 2 ഗുരുസ്വാമിമാരുടെ ഫോട്ടോ ആണ്. അയ്യപ്പൻ സ്റ്റാമ്പ് സൈസിൽ മുകളിലിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇത് അയ്യപ്പന് വേണ്ടിയല്ല, ഇത് പിണറായിക്കും വാസവനും വേണ്ടിയുള്ളതാണ്. അവർക്ക് തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതൊഴിച്ച് മറ്റെന്താണ് ഇതിൽ നടക്കുക? നവോത്ഥാനം അതിൽ കെട്ടിയതുപോലെ തന്നെ കോടികൾ ചെലവഴിച്ച് വെറുതെ ഭക്തിയെ തന്നെ പരിഹസിക്കുന്ന വിധത്തിലായിരിക്കും ഇത്. ഏതായാലും ഇങ്ങനെ ഒരു ഉത്തരവ് അത് ക്ഷേത്രങ്ങൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ അടിമകളാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അത് സാധ്യമല്ല എന്ന് തിരിച്ചു പറയാനുള്ള ജനാധിപത്യപരമായ ബാധ്യത ഓരോ ക്ഷേത്രങ്ങൾക്കും ഉണ്ട് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ടീച്ചർ, അതുമാത്രമല്ല, നമുക്കറിയാം ദേവസ്വം ബോർഡിലെ പല ജീവനക്കാരുടെയും അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. മാസങ്ങളായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാരുണ്ട്. അപ്പോഴാണ് ഈ ആർഭാടത്തിന് വേണ്ടി ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ ഫണ്ട് ഉപയോഗിക്കാമെന്നുള്ള ഒരു വിചിത്ര ഉത്തരവ് വന്നിരിക്കുന്നത്. മാസങ്ങളല്ല, കുടിശ്ശികയൊക്കെ വർഷങ്ങളായി കിട്ടാതെ, ചികിത്സയ്ക്ക് പോലും പണം കിട്ടാതെ ഒരു ദേവസ്വം ജീവനക്കാരൻ മരിച്ചത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. അവര് പലപ്പോഴും അവരുടെ വേതനങ്ങൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല. വർഷങ്ങളായി അവർക്ക് കുടിശ്ശിക കിട്ടിയിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അവർക്ക് കിട്ടിയിട്ടില്ല. പോട്ടെ, ശമ്പളം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത ക്ഷേത്രങ്ങളുണ്ട്. ഈ ഡീഗ്രേഡ് ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ ദയനീയാണ്. പിന്നെ പലയിടത്തും ഒരു മനുഷ്യത്വം വിചാരിച്ചുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ കയ്യിന്നെടുത്ത് കൊടുക്കുകയാണ്. ദേവസ്വം ബോർഡിന് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു നിയമവും ഇല്ല. അവരുടെ ഒരു മര്യാദ കൊണ്ട് കൊടുത്തില്ലായിരുന്നു, പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇവിടെ. ഇതാണ് അവസ്ഥ. അപ്പോഴാണ് ഈ ധൂർത്തിന് ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾക്ക് ഓർഡർ വരുന്നത്. ഇതൊക്കെ ശരിക്ക് വളരെ വിചിത്രമെന്നല്ല പറയേണ്ടത്, വൈകൃതങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് വൈകൃതങ്ങളാണ് ഇതൊക്കെ നടക്കുന്നത്. ശരി, വളരെ നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്.